എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര മറ്റെവിടേക്കുമല്ല, മലനിരകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന കൊടൈക്കനാലിലേക്കാണ്. പൊള്ളാച്ചിയിൽ നിന്നും നൂല് പിടിച്ചതുപോലെ നീണ്ടുപോവുകയാണ് കൊടൈക്കനാലിലേക്കുള്ള പാതകൾ. തമിഴ്നാട്ടിലൂടെയുള്ള യാത്രയിൽ തണുപ്പുള്ള വിനോദ കേന്ദ്രങ്ങളിലേക്കുള്ള അന്വേഷണമെല്ലാം ആദ്യം വന്ന് നിൽക്കുക ഇങ്ങ് കൊടൈക്കനാലിലും ഊട്ടിയിലുമെല്ലാമാണ്. മധുര വഴി പൊള്ളാച്ചിയിൽ നിന്നും കൊടൈ മലനിരകളിലേക്ക് ലക്ഷ്യം വെച്ച വാഹനങ്ങളാണ് മുന്നിലും പിന്നിലുമൊക്കെയുള്ളത്. പ്രധാനമായും കൊടൈക്കനാലിന് മഞ്ഞുകാലം ആഘോഷമാണ്. ഡിസംബർ മുതൽ ജനുവരി കഴിയുന്നതുവരെയും ഈ മലയുടെ മുകളിൽ അതിശൈത്യകാലത്തെ പുണരാൻ സഞ്ചാരികളുടെ തിരക്കാണ്. ഉയർന്ന മലനിരകളുടെയും ചെങ്കുത്തായ താഴ്വാരങ്ങളുടെയും നാട് പുതിയ സഞ്ചാരികളെ കുളിരണിയിക്കാൻ കാത്തിരിക്കുകയാണ്. വളവുകളും കുത്തനെയുള്ള കയറ്റങ്ങളും ഓരോ തട്ടുകളായി കാഴ്ചകളെ മാറ്റി വരച്ചുകൊണ്ടിരിക്കുകയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 3000 അടി ഉയരത്തിലേക്കാണ് നമ്മുടെ ഈ യാത്ര. കോടമഞ്ഞ് മൂടി വന്ന് ആകാശവും ഗിരിനിരകളും പുണരുന്ന കാഴ്ചകൾ തന്നെയാണ് എങ്ങുമുള്ളത്. ഉയരം കൂടുന്തോറും ഒരു മഞ്ഞുകാലത്തിൻ്റെ കുളിരുമായി കൊടൈക്കനാൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ. പളനിയിൽ നിന്നും 65 കിലോമീറ്റർ ദൂരമുണ്ട് കൊടൈക്കനാലിലേക്ക്. കൊടൈക്കനാലിലേക്കുള്ള വഴിയിലെ ആദ്യത്തെ പോയിന്റാണ് സിൽവർ കാസ്കേഡ് വെള്ളച്ചാട്ടം. മഞ്ഞിൻ്റെയും തണുപ്പിൻ്റെയും കൂടാരമാണിത്. ഒട്ടനവധി ഇന്ത്യൻ സിനിമകളിൽ എല്ലാവരെയും കാഴ്ചകൾ കൊണ്ട് ത്രസിപ്പിച്ച ലൊക്കേഷനാണ് സിൽവർ കാസ്കേഡ്. 150 അടി ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടമാണ് സിൽവർ കാസ്കേഡ്. പൊള്ളാച്ചിയിൽ നിന്നും കൊടൈക്കനാലിലേക്കുള്ള യാത്രയിൽ ആളുകളുടെ സ്ഥിരം ഒരു വിശ്രമ കേന്ദ്രമായി സിൽവർ കാസ്കേഡ് വെള്ളച്ചാട്ടം മാറിയിട്ടുണ്ട്. ഉച്ചതിരിഞ്ഞതോടെ കൊടയിലെ തണുപ്പിൻ്റെ കാഠിന്യം കൂടി വരികയാണ്.
വഴിയരികിൽ ഉടനീളം പച്ചച്ചോളം കനലിൽ പുഴുങ്ങി മസാല തേച്ച് വിൽക്കുന്ന കുടുംബാംഗങ്ങൾ നിരനിരയായിട്ടുണ്ട്. ഓറഞ്ചും ആപ്പിളും പഴവർഗ്ഗങ്ങളെല്ലാം ഇതിലുണ്ട്. തണുപ്പിൻ്റെ നാടായതിനാൽ പഴങ്ങൾ ദിവസങ്ങളോളം വിൽക്കാൻ കഴിയുമെന്നതിനാൽ ഈ തൊഴിലൊക്കെയാണ് ഗ്രാമീണരുടെ ജീവിതത്തിൻ്റെ പ്രധാന വരുമാനം. യാത്ര മുന്നോട്ട് പോകുന്തോറും കോടമഞ്ഞും അതുപോലെ തന്നെ തണുപ്പും കൂടിക്കൊണ്ടേയിരുന്നു. ആകാശക്കോട്ടയുടെ ഉയരത്തിലാണ് കൊടൈ മലനിരകൾ. നേരം സന്ധ്യയാകുന്നതിന് മുമ്പേ ഇവിടെ പകൽ അസ്തമിക്കും. കൂറ്റൻ മലനിരകളുടെ മറവിലേക്ക് സൂര്യൻ ചായുന്നതോടെ കൊടൈക്കനാൽ മിന്നാമിനുങ്ങിൻ്റെ നറുങ്ങുവെട്ടവുമായി തണുത്തുറയും. കുന്നിൻ മുകളിലാണ് ഇവിടുത്തെ വീടുകൾ അത്രയും ഉള്ളത്. കൃഷിയിടങ്ങളും താഴ്വാരങ്ങളിലെ തട്ടുതട്ടായുള്ള കൃഷിയും അവിടുത്തെ പുലരികളും സന്ധ്യകളും തേടിയാണ് സഞ്ചാരികൾ കൊടൈക്കനാലിലേക്ക് വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. കാഴ്ചകളുടെ ഒരു വിരുന്നു തന്നെയാണ് കൊടൈക്കനാൽ ഒരുക്കി വച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ജനപ്രിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലൊന്നാണ് കൊടൈക്കനാൽ. പശ്ചിമഘട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷൻ. കൊടൈക്കനാലിന് മഞ്ഞുകാലം എല്ലായ്പ്പോഴും ആഘോഷമാണ്. രണ്ട് കുന്നുകളുടെ നെറുകയിലായാണ് കൊടൈക്കനാൽ നഗരം സ്ഥിതി ചെയ്യുന്നത്. ചുരം വളവുകളും കുത്തനെയുള്ള കയറ്റങ്ങളും കടന്ന് തണുപ്പിൻ്റെ തീവ്രതയിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. കൊടൈക്കനാലിൽ നമ്മൾ ആദ്യം സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നത് ഗുണ ഗുഹ അഥവാ ഡെവിൾസ് കിച്ചൺ ആണ്. 1992 റിലീസായ കമൽഹാസൻ നായകനായ ഗുണയും സിനിമയിലെ കൺമണി അൻപോട് കാതലൻ എന്ന ഗാനവും ചിത്രീകരിച്ചിരിക്കുന്നത് കൊടൈക്കനാലിലെ ഡെവിൾസ് കിച്ചൺ എന്നറിയപ്പെടുന്ന ഗുഹയിലാണ്. സിനിമയ്ക്ക് ശേഷം ഈ ഗുഹ അറിയപ്പെടുന്നത് ഗുണ ഗുഹ എന്നാണ്. ആയിരത്തി 1821 ഇംഗ്ലീഷ് ഓഫീസറായിരുന്ന BS വാർഡാണ് ഈ അതിപുരാതന ഗുഹ കണ്ടെത്തിയത്. ഭീമാകാരമായ 3 പാറകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നിലവറ പോലെയാണ് ഗുണ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. സ്തംഭാകൃതിയിൽ കിഴക്കാന്തൂക്കായി നിൽക്കുന്ന 2 പാറകളാണ് ഈ ഗുഹയുടെ പ്രവേശന ഭാഗത്തുള്ളത്. ഇവിടെയുള്ള അഗാധമായ ഗർത്തത്തിലേക്ക് വീണ് 13ഓളം പേർ മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്കുകൾ. ഈ ആഴങ്ങളിലേക്ക് വീണതിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടിട്ടുള്ളതെന്നും അതിനെക്കുറിച്ചുള്ള കഥയാണ് ഈയിടെ ഇറങ്ങിയ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയും.
ഗുഹയിലെ ഏറ്റവും ആഴമേറിയ ഭാഗമാണ് ഡെവിൾസ് കിച്ചൺ അഥവാ പിശാചിൻ്റെ അടുക്കള എന്നറിയപ്പെടുന്നത്. അജ്ഞാതവാസകാലത്ത് പാണ്ഡവർ ഇവിടെയും വന്ന് താമസിച്ചിട്ടുണ്ടെന്നതാണ് മറ്റൊരു കഥ. ഗുഹയുടെ ഒരു ഭാഗത്ത് മാത്രമേ ഇപ്പോൾ സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ. കൊടൈക്കനാൽ സ്റ്റാൻഡിൽ നിന്ന് 8.5 കിലോമീറ്ററാണ് ഗുണ ഗുഹയിലേക്കുള്ള ദൂരം. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക.